സംസ്ഥാനതല കർഷക വിദ്യാർത്ഥി അവാർഡ് നേടിയിട്ടുള്ള ആദ്യത്തിനാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. കുട്ടി താരമാണ് ഇന്നത്തെ. എന്താ സന്തോഷം? സന്തോഷം, വളരെ സന്തോഷം. എന്നിങ്ങനെ കൃഷിയിലേക്കൊക്കെ ഇറങ്ങാം എന്ന് വിചാരിച്ച് എങ്ങനെയൊക്കെയാണ് അത് വരുന്നത്? അത് അച്ഛനും അമ്മയൊക്കെ കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പതിയെ പതിയെ സഹായിക്കാന്നുള്ള രീതി ഇറങ്ങി, അങ്ങനെ രീതിയിൽ ഇറങ്ങി. 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സംസ്ഥാന അവാർഡൊക്കെ കിട്ടിയപ്പോൾ കൂട്ടുകാരൊക്കെ എന്താ പറഞ്ഞു? അവർ വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് അവർ കുറച്ച് കൂട്ടുകാർ വീട്ടിലൊക്കെ വന്ന് അവർ കൃഷിയൊക്കെ കണ്ടുപോയി. മോന് ഇങ്ങനെ അവാർഡൊക്കെ വന്ന് ഇങ്ങനെ മീഡിയയൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ കൂട്ടുകാരും ഇങ്ങനെ കൃഷിയിലേക്കൊക്കെ ഇറങ്ങി തുടങ്ങി. ആ കൂട്ടുകാർ അങ്ങനെ അറിയില്ല, എന്നാലും ചെയ്യാറുണ്ട്. സ്കൂളിലെ സീഡ് എന്നൊക്കെ പറയണ ക്ലബ്ബിൽ. ഓക്കെ. അച്ഛനാണ്. എങ്ങനെയാണ് വീട്ടിലെ മോൻ്റെ കൃഷി രീതികൾ എങ്ങനെയാണ് മോൻ അതിനോടൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായത്? ചെറുപ്പം മുതലേ കുഞ്ഞിലെ തന്നെ എൻ്റെ കൂടെ വന്ന് അങ്ങനെ ശീലമായത്. തനിയെ വന്നത്. അച്ഛൻ കൃഷി ചെയ്തു. എന്തൊക്കെയാണ് മോൻ്റെ കൃഷി? പറഞ്ഞുകൊടുക്കും. പാവലി, പടവലം, പീച്ചിലി, വെണ്ടക്ക, വഴുതന, പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ എല്ലാം, പശു, താറാവ്, കോഴി, മുയലി, അലങ്കാര മത്സ്യം എല്ലാം ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് അച്ഛനാണോ പറഞ്ഞു? ഞാനും കുറേയൊക്കെ ശ്രദ്ധിച്ചു കണ്ടെത്തും, അച്ഛനും അമ്മയും പറഞ്ഞും തരും. എങ്ങനെയാണ് മോൻ്റെ കൃഷി രീതി? അതിനുള്ള സമയമൊക്കെ രാവിലെയൊക്കെ കുറച്ച് സമയമൊക്കെ അതിലേക്ക് നിൽക്കും. പിന്നെ കായികം എന്ന് പറയുന്ന ഒരു വോളിബോൾ ക്ലബ്ബിൽ കളിക്കാൻ പോകും. അവിടെ ഇപ്പം മിനി ചാമ്പ്യൻഷിപ്പ് ഈ വർഷത്തെ കിട്ടിയിരുന്നു. പിന്നെ രാവിലെയുള്ള സമയങ്ങളിൽ ഒരു 7 മണി വരെയുള്ള സമയമാണ് ശരിക്കും കൃഷിക്ക് കിട്ടുന്നത്. പിന്നെ വൈകുന്നേരം കുറച്ച് സമയമൊക്കെ കിട്ടുന്ന ഇടവേളകളിലെല്ലാം ഇവൻ കൃഷി കാര്യങ്ങളിൽ വലിയ ഇഷ്ടമാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെ ശരിക്കും ഒരു മുയലിനെ ബ്രീഡാക്കുന്നതും, അതിനെ പ്രസവിപ്പിക്കുന്നതും, ആടിനെ ബ്രീഡ് ചെയ്യിക്കുന്നതും, ആ കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന രീതികളും കറക്കുന്ന രീതിയൊക്കെ അതിന് കൃത്യമായിട്ട് അറിയാം. ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ആദ്യത്തെ ശരിക്കും ചെയ്യാറുണ്ട്. പിന്നെ നടലും വളയിടലും എന്ന് വേണ്ട എന്ത് വളയിടലും വളപ്രയോഗവും എല്ലാം ആയതിന് അതിൻ്റെ ശരിയായ രീതിയിൽ ചെയ്യുന്നതിന് അവന് പ്രാപ്തനാണിപ്പോൾ. മന്ത്രി പറഞ്ഞൊരു കാർഷിക വിദഗ്ധനെ പോലെയൊക്കെ സംസാരിക്കാറുണ്ട്. അത്ര മോന് കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണോ? ഇവൻ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഉദ്യോഗസ്ഥരും തന്നെ ശരിക്കും ഇവൻ്റെ ഈ കൃഷിയിലുള്ള ഒരിത് അവരറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഈ ചെറുപ്പം മുതൽ തന്നെ ഇവനെ ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ട്. ഇവനെ കാർഷിക സെമിനാറുകളിലും കാർഷിക എന്ത് കാര്യങ്ങളിലും ഇവൻ അവിടെ വലിയ ആളായിട്ട് ഇവരെന്തോ ആണോ എന്നുള്ള രീതിയിൽ തന്നെ അവർ ഉണ്ട്. വലിയ താരമായിട്ടുണ്ട് നാട്ടിലൊക്കെ അല്ലേ? സന്തോഷം, വളരെ സന്തോഷം. എങ്ങനെ കൃഷിനെ കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ആരെങ്കിലും ഒക്കെ വരാറുണ്ടോ ചോദിക്കാനൊക്കെ? അങ്ങനെയെന്ന് പറയാൻ ഇടക്കിടക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ പറഞ്ഞു കൊടുക്കും. എന്തായാലും മിടുക്കനാണ്. എല്ലാവിധ ആശംസകളും. ക്യാമറാമാൻ ബിവിൻ ആലുവയ്ക്കൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി.